Praise the Lord. Hallelujah. Hallelujah. Amen. സന്തോഷമുള്ളവർ ഒരു ഹാലലൂയ പറഞ്ഞാട്ട്. ഹാലലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 33ാമത്തെ രാത്രിയിൽ കൃപയായ ബലത്തോടായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരിക്കൽ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടിയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ അതരങ്ങളെ തുറന്ന് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് ഹല്ലേലൂയ. ഓ, എല്ലാ അതരങ്ങളെ തുറന്ന് അല്പസമയം ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ഒരു പാപി മനസ്സാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. കർത്താവിനെ ആമേൻ ഹൃദയം കൊണ്ട് ആമേൻ സ്വീകരിപ്പാൻ തക്കവണ്ണം 2 വ്യക്തികൾക്ക് ഈ പകൽ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആമേൻ എടുത്തിരുന്ന ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഹല്ലേലൂയ ആ കർത്താവിനെ ഉള്ളം കൊണ്ട് സ്വീകരിപ്പാൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുവാൻ സമർപ്പിക്കുവാൻ കർത്താവ് ഇന്ന് പകൽ ആമേൻ 2 വ്യക്തികൾക്ക് മുഖാന്തരം ഒരുക്കി. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ലോകത്ത് ആമേൻ കർത്താവിന് വേണ്ടി ഹൃദയങ്ങളെ കൊടുക്കുവാൻ ആമേൻ അവരോടെ ആമേൻ ആയിരിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാതെ. ഹല്ലേലൂയ. 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 ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ ചിന്തിച്ചതിലപ്പുറമായി കണ്ണുനീരും ദുഃഖവും പ്രയാസങ്ങളും ആമേൻ പ്രതിസന്ധികളും ദുരിതങ്ങളും നിറഞ്ഞ ലോകത്ത് ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ ആമേൻ അത്ഭുതകരമായി നടത്തിയെങ്കിൽ അത് അനുഭവിക്കുന്നവർ, അത് ആമേൻ രുചിച്ചറിഞ്ഞവർ അതരങ്ങളെ തുറന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വായിക്കുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ ആരാധിപ്പാൻ അങ്ങേ സ്തുതിപ്പാൻ കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുമായിരുന്നെടുത്ത് കർത്താവ് സൂക്ഷിച്ച പരിപാലിച്ച വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. ഈ ഒരാഴ്ച മുഴുവൻ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ഈ രാത്രി ദൈവ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ ജീവിതത്തിന്റെ മുമ്പിൽ ആമേൻ കാർമുകിൽ പോലെയുള്ള ആമേൻ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ കരുതുന്ന ആമേൻ ഒരു നല്ല ദൈവം ഹല്ലേലൂയ മരുഭൂപ്രയാണത്തിൽ പട്ടുപോകുവാൻ അനുവദിക്കാതെ ഹല്ലേലൂയ തളരാതെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അതേ കൈപ്പേറിയ അനുഭവം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ അതേ കൽപ്പനകൾ നൽകി അതേ ആ മാറിയ മധുരമാക്കുന്ന ദൈവം ഹല്ലേലൂയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ അതിശയകരമായി അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആമേൻ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ആവലോടായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ കർത്താവേ, ഈ പേജിൽ കർത്താവേ, ഈ അക്കൗണ്ടിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അവരുടെ കുടുംബങ്ങളെ ആമേൻ, അവരുടെ ജീവിത പങ്കാളികൾ, അവരുടെ തലമുറകൾ, അവരുടെ ജോലി മേഖലകൾ, ശുശ്രൂഷ മേഖലകൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇന്ന് രാത്രി അങ്ങയുടെ പൊന്നു നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ നൽകുകയാണ്. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ
ശക്തി ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ആമേൻ, അതേ വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പാനിടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാനിടയാകട്ടെ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാനായി ഇന്ന് കൃപ നൽകുകയാകട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ, സ്വസ്ഥതയില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി നിറയുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ കൊണ്ടുമിടയാകട്ടെ. ആമേൻ. ശുശ്രൂഷയ്ക്കെതിരായി ഉയരുന്ന എല്ലാ അന്ധകാരത്തിന്റെ പോരുകളും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകുവാനിടയാകട്ടെ. പാപുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനം ആമേൻ ഗ്രഹിക്കുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ ആമേൻ പ്രഭുവായ സാത്താൻ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോയി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ആമേൻ കൃപകൾ പ്രാപിപ്പാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുവാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ കർത്താവിനെ ആമേൻ ആരാധിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ആമേൻ എന്നെ പ്രാപ്തനാക്കുകയും കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ എന്നെ വിശ്വസ്തനെ നെണ്ണി ആമേൻ ഈ വേലക്കാക്കി വെക്കുകയും ചെയ്ത സർവ്വകൃപാലുവായ കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായ എല്ലാവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ പാട്ടിന്റെ ഈരടികൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രിയിലും കർത്താവ് നൽകിയ ആമേൻ ദൈവവചനം അതെ ശുശ്രൂഷിപ്പാനായി കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ആമേൻ. എല്ലാ നാളും ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് ആമേൻ അതെ റൂമിനകത്ത് വാതിലടച്ചിട്ടിരുന്ന ശിഷ്യന്മാരുടെ ആമേൻ നടുവിൽ ഇറങ്ങി നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഭയത്തോടെ ആമേൻ വിറയലോടെ ആമേൻ നിരാശയോടെ ആകുലതയോടെ പ്രതീക്ഷകൾ അസ്തമിച്ചു ആമേൻ അതെ മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടു. ഹല്ലേലൂയ. തരാമെന്ന് പറഞ്ഞവർ ആമേൻ വാക്ക് മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരാശയോടെയാണോ ആയിരിക്കുന്നത്? സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവൻ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് യഹൂദന്മാരെ പേടിച്ചിരുന്ന റൂമിനകത്ത് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവൻ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്ത് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും കൂടാതിന്റെ ഊഴിയം നാലും ഭയപ്പെടേണ്ടിയും കൂടാതിന്റെ ഊഴിയം നാലും ഭയപ്പെടേണ്ടിയും തന്നുള്ള കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നോ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട.
ആമേൻ. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ഇമ്മാനുവേൽ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ഇരിക്കുന്ന ഭവനങ്ങളിൽ ആമേൻ നിരാശയോടാണോ, ഭയപ്പെടുന്ന വിഷയങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണോ? കൊടുത്തു വീട്ടേണ്ട കടഭാരങ്ങൾ ആമേൻ കൊടുത്തു വീട്ടുവാൻ എങ്ങനെ കഴിയുമെന്നാണോ? ആമേൻ അതെ പ്രാർത്ഥിച്ച് ആമേൻ ആരംഭിച്ച പല സംരംഭങ്ങളും പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. മക്കളെ കുറിച്ചുള്ള സ്വപ്നം അതെ പൂവണിയാതെ ആമേൻ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ നിരാശയോടായിരിക്കുന്നുവോ? ഇന്ന് രാത്രി അതെ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഭയത്തെ പുറത്താക്കുന്നവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവൻ എന്ന അർത്ഥമുള്ള യേശു ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ആരിലും വലിയവൻ, ഹല്ലേലൂയ അവൻ ആരിലും ശ്രേഷ്ഠൻ, 10,000ങ്ങളിൽ സുന്ദരൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കർത്താവിനെ പാടി ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഏത് രാജ്യത്തുമാകട്ടെ, ഏത് ഭവനത്തിലുമാകട്ടെ, ഏത് ദേശത്തുമാകട്ടെ, ചുറ്റുപാടും അതെ ഭീതിദയമായ അനുഭവമാണോ? ഹല്ലേലൂയ ആമേൻ. അതെ അനേക അതെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ലോകത്ത് സങ്കടത്തിലായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ഇമ്മാനുവേൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് കരങ്ങളടിച്ച് എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം താവുകൾ പോരാ, എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ, ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ആമേൻ. വിശ്വാസത്തോടെ ശക്തിയോടെ പോരാ, ശക്തിയോടെ വിശ്വാസത്തോടെ ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്, കൂട്ടിനായാലും കൂടില്ലെന്നാലും. അതേ കൂടെ പറപ്പേ ഇന്ന് രാത്രി ഈ അപൂർവ്വ ഈ കഷ്ടതയ്ക്കകത്ത്, ഈ തീച്ചുളയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത് കൂടെ വരുവാൻ ആരുമില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്തിറങ്ങി വന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവൻ യേശു. അവൻ ഹല്ലേലൂയ നിന്നെ അത് രക്ഷിക്കാൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്നവനാണ്. അവൻ മനം തളർന്നവരെ അതെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവരുടെ മുറിവുകളെ കെട്ടുന്നവനാ. ഇന്ന് രാത്രി കരയുന്ന അതെ നിന്റെ കണ്ണുനീർ കണ്ട് ആരും ഇല്ലെങ്കിലും ഹല്ലേലൂയ ആമേൻ ഭയപ്പെടെ മുൻപോട്ട് പോകുവാൻ ആമേൻ ഒരു ഭക്തനെ സഹായിക്കുന്ന ശക്തീകരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ആമേൻ. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വേദന സഹിക്കുവാൻ ആരും കൂടെ ഇല്ലെങ്കിലും തന്റെ ഉള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഇന്ന് രാത്രി അത് നിന്റെ കൂടെ നടക്കുന്ന, കൂടെ വസിക്കുന്ന ദൈവ സാന്നിധ്യം അതെ നടക്കുമെന്ന് പറഞ്ഞവൻ, വസിക്കുന്നുവെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് ചേർന്ന് മടിയാട്ട് തന്നുള്ള കയ്യിൽ വരച്ചവൻ കൂടെ നടക്കും, തന്നുള്ള കയ്യിൽ വരച്ചവൻ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഈ കഷ്ടതയ്ക്കകത്ത്, ഈ വേദനയ്ക്കകത്ത്, ഈ പ്രതികൂലത്തിനകത്ത്, ഈ
ഭയപ്പെടേണ്ട. Glory, hallelujah. Amen. ഇന്ന് രാത്രി ആമേൻ വീഴുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഭയത്തോടെ ആമേൻ ഹല്ലേലൂയ നിന്നെ ഒതുക്കി നിരാശയിൽ ഇരുത്തി ആമേൻ തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ച് അതേ ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടാതെ ജയാളിയായി ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ ശക്തനാക്കി മാറ്റുന്ന ഉയരത്തിലെ ദൈവം അവന്റെ വചനത്താൽ ഇന്ന് രാത്രി നിന്റെ ഭയത്തെ പുറത്താക്കാൻ പോകുകയാ, നിന്റെ നിരാശയെ പുറത്താക്കാൻ പോകുകയാ, നിന്റെ ആകുലതയെ പുറത്താക്കുവാൻ പോകുകയാ. സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ ഇറങ്ങി വന്നവൻ ആമേൻ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി വിശ്വസിക്കുന്നവരുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അതേ ഭയപ്പെടുന്ന വിഷയങ്ങൾ, ഭയപ്പെടുന്ന അതേ വിഷയങ്ങൾ അവൻ നിന്നെ തളർത്തുന്നുണ്ടോ എന്ന് രാത്രി അതിന്റെ നടുവിൽ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുവാൻ തക്കവണ്ണം നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന അതേ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരുക്കിയ ക്രമീകരണങ്ങൾ അതേ ജീവിതത്തിൽ അതേ സന്തോഷമായി കരുതുന്നവർ ആമേൻ ഇങ്ങനെ ഈ ലൈവിലൂടെ ഈ മീഡിയയിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ അതേ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച കർത്താവിനെ മഹത്വം കൊടുക്കാം. ആമേൻ. നാം ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ അറിയുന്നു നാം ദൈവത്തിനുള്ളവർ? ഹല്ലേലൂയ. അങ്ങനെ അറിയുന്നവർ ആമേൻ ആ കരം വീശി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തിനുള്ളവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. അറിവുള്ളവർ ഒരിക്കൽ കൂടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്ത് പറ. ഒരുപക്ഷെ ഭാര്യയാകാം, ഒരുപക്ഷെ മക്കളാകാം, ഒരുപക്ഷെ ആമേൻ അതെ സഹോദരനാകാം, സഹോദരിയാകാം, ആരുമാകട്ടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം കൊടുത്തൊന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനുള്ളവനെന്നറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നത് ഈ ലോകത്തായതുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തെ കുറിച്ച് എനിക്കൊരു അറിവുണ്ട്. എന്താ അറിവ്? ഹല്ലേലൂയ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആമേൻ. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ദുഷ്ടലോകത്തായിരിക്കുന്ന ആമേൻ ഒരു ദൈവ വൈതലിന് ബലം എന്താണെന്നറിയാമോ? ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് ഞാൻ ആയിരിക്കുന്നത് എന്റെ ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. അതെ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, അതെ ഞാൻ മരിക്കുന്നുവെങ്കിലും അതെ ക്രിസ്തുവിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിനുള്ളവർ എന്ന അറിവുള്ളവർ ജയം പ്രാപിക്കുവാൻ പോകുകയാണ്, സമാധാനം പ്രാപിക്കുവാൻ പോകുകയാണ്, സന്തോഷം പ്രാപിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ സ്നേഹിത നീ ആർക്കുള്ളവനാണെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ ഇന്ന് രാത്രി നീ അറിയണം, നീ ദൈവത്തിനുള്ളവനാണ്. ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലായി മാറുവാൻ ഈ ലോകത്തിൽ 2020 വർഷങ്ങൾക്കപ്പുറം പിതാവായ ദൈവം അയച്ച ആമേൻ അതെ ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ആമേൻ ഈ ദുഷ്ടലോകത്ത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ആമേൻ ലോകത്ത് ആമേൻ ആയിരിക്കുന്ന മാനവരാശിയെ അതെ ദൈവത്തിനുള്ളവനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഉൾത്തിരിഞ്ഞ ചിന്തയ്ക്ക് അനുസൃതമായി ഈ ഭൂമിയിലേക്ക് പിതാവായ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമം നിമിത്തം ഹല്ലേലൂയ ദൈവത്തിനുള്ളവരായി മാറുവാൻ, ദൈവ മക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ആമേൻ ഉണ്ടെങ്കിൽ അവർ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിനുള്ളവരാണെങ്കിൽ ലോകത്തിന്റെ ആമേൻ ആമേൻ വിവിധ രാജ്യങ്ങളിൽ
സഹോദരി സഹോദരന്മാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അപ്രകാരം ദൈവമക്കളായിരിക്കുന്നവരുണ്ട്. അവര് നമ്മുടെ സഹോദരങ്ങളാണ്. ഇന്ന് രാത്രി ആ അറിവുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അവന്റെ ഇരയാകാം. ഹല്ലേലൂയ. ആരുടെ? ആമേൻ. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ആമേൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ ഇരയാകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആമേൻ. അവന്റെ ആഹാരമാകാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദുഷ്ടൻ നിന്നെ ഇരയാക്കുമെന്ന്. ഹല്ലേലൂയ. നിന്നെ തകർക്കുമെന്ന്. നിന്നെ തകർക്കുന്നവൻ ദുഷ്ട പിശാചിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരുവനുണ്ടെങ്കിൽ അത് സകല നാമത്തിന് മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയ യേശുവെന്ന ഏകനാമമാണ്. ഹല്ലേലൂയ. ഒന്നെങ്കിൽ നിനക്ക് ദൈവത്തിനുള്ളവനായി ജീവിക്കുവാൻ ആമേൻ ദൈവം അവസരം തരുന്നു, അല്ലെങ്കിൽ ഈ ദുഷ്ടലോകത്ത് ആമേൻ ദുഷ്ടന്റെ ഇരയായി നിനക്ക് എന്ത് ചെയ്യാം? തീരാം. ആമേൻ. ഇന്ന് രാത്രി നീ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഭയപ്പെടാതെ ജീവിക്കുവാൻ നിനക്ക് സപ്പോർട്ടായി ഏത് കഷ്ടതയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ആമേൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ഇറങ്ങി വരികയാണ്. അല്ല, ഈ ദുഷ്ടലോകത്ത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്ത് ദുഷ്ടന്റെ ഇരയാകാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ ആമേൻ അത് എഴുന്നേറ്റ് ആമേൻ ആ മൊബൈലും അതിനകത്ത് ഇന്റർനെറ്റില് ഇഷ്ടമുള്ള സൈറ്റിലും പോയി ആമേൻ അല്ല TV ഓൺ ചെയ്ത് അതിന്റെ മുമ്പിലും പോയി ഇരുന്ന് ദുഷ്ടന്മാരുടെ കൂടെ പാപികളുടെ കൂടെ പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിച്ചാൽ മതി. ആമേൻ നീ ദുഷ്ടനിരയായിക്കോളും. അല്ല, ഇന്ന് രാത്രി നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ആവശ്യം ഇന്നതെന്ന് നീ പറയാതെ കണ്ട് തന്നെ അല്ലെ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിത്വമാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നതിലും എത്ര അധികം സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കും. അതെ, പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. തേടിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. മുട്ട ചോദിച്ച മുട്ട തന്നെ കൊടുക്കൂ, അപ്പം ചോദിച്ച അപ്പം തന്നെ കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നീ ചോദിക്കുന്നതിലധികം നിനക്ക് വേണ്ടി നൽകുവാൻ ശക്തനായ ഒരു നല്ല അപ്പന്റെ മക്കളായി ജീവിക്കുവാൻ കരപടിച്ച് 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചിലരുടെ നിരാശകൾ മാറാൻ പോവുക, ഭയങ്ങൾ മാറാൻ പോവുക, ആകുലതകൾ മാറാൻ പോവുക. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്ന് രാത്രി നിശ്ചയമുള്ളവർ, ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താത്ത കേൾക്കാൻ പോകുന്ന വചനം നീ വിശ്വസിച്ചോ, നിശ്ചയമായി നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എവിടെയാ വെളിപ്പെടേണ്ടത്? ആമേൻ. അതെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയും മറിയോടും ചോദിച്ചു, അവനെ വെച്ചത് എവിടെയാ? ഹല്ലേലൂയ. നിന്റെ വിഷയം എവിടെയാ? അവിടെ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാ. അമ്മ സത്യവേദ പുസ്തകത്തിനകത്ത് പഴയ നിയമ ഭാഗത്ത് ആമേൻ അതെ ആമേൻ ആമേൻ അത് ഞെരുക്കമായപ്പോ ഹല്ലേലൂയ ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമായതുകൊണ്ട് അതൊന്ന് വിശാലതപ്പെടുത്തുവാൻ ഹല്ലേലൂയ പ്രവാചകനോട് അനുവാദം ചോദിച്ചു. ഞങ്ങൾ ആ യോർദാന്റെ വൻകാട്ടിൽ പോയി ആമേൻ മരം മുറിച്ചുകൊണ്ട് വരട്ടെയോ? ഹല്ലേലൂയ. നോക്കണേ, പ്രവാചകനെ അറിയാം. പ്രവാചകന്റെ കാലത്ത് പ്രവാചകനോട് ആലോചന ചോദിച്ചിട്ട് പോകുന്ന ഒരു കൂട്ടർ. ഹല്ലേലൂയ. അങ്ങനെ പോയി ആമേൻ അതെ മരം മറിക്കുന്ന സമയത്ത് അവൻ വായ്പ വാങ്ങിയ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഹല്ലേലൂയ. അവൻ എവിടെ പോയെന്ന് കാണിച്ചാൽ അവൻ കൊമ്പ് വെട്ടി ഇടുന്ന സമയത്ത് കോടാലി പൊന്തി വരും. ഹല്ലേലൂയ. അതെ, അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അവനെ വെച്ചത് എവിടെയാ? ഒന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി ശ്രോതാവേ, അതെ നിന്റെ ദുഃഖത്തിന് കാരണമായ, നിന്റെ വേദനയ്ക്ക് കാരണമായ, നിന്റെ നിരാശയ്ക്ക് കാരണമായ, നിന്റെ ഭയത്തിന് കാരണമായ ആ വിഷയത്തെ ഇന്ന് രാത്രി തമ്പുരാന്റെ സന്നിധിയിലേക്ക്
സഭയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ തയ്യാറാകുക, ഒന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി നീ സന്തോഷിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആമേൻ കരമടിച്ച് ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. ഒന്ന് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ആമേൻ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ആമേൻ പലർക്കും ആമേൻ പത്രോസ് എഴുതിയ ലേഖനം ആമേൻ 1-ാം ലേഖനം 5-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നു ഹൃദയത്തിലേക്ക് ആ വചനം. ആമേൻ പലർക്കും അത് മനപ്പാടമാണ്, പലരും അത് ആമേൻ അതെ മനപ്പാടമാക്കിയിരിക്കുക. പക്ഷേ മനപ്പാടമാക്കിയവർ പോലും പലപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുകയാ. നാളിതുവരെ ആമേൻ ദുഷ്ടന്റെ ഇരയാക്കാൻ ആമേൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിനെ ആമേൻ പരാജയപ്പെടുത്തി ആമേൻ വിജയശ്രീ ലാളിതനായി അതെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് സ്വർഗോന്നതങ്ങളിലേക്ക് കലേറിപ്പോയ കർത്താവിനെ രുചിച്ചറിഞ്ഞ ഭക്തർ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ഏവനും ബലപ്പെടുവാൻ എഴുതിയ വചനം ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗത്തോടെ ഈ ലൈവിലൂടെ വിളിച്ചു പറയുമ്പോ അതെ കരമടിച്ച് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുവാൻ ആരും തയ്യാറാകും. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. ഹല്ലേലൂയ. സോറി, 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആമേൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിത, സഹോദരി, സഹോദര, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ, നിനക്കെതിരെയുള്ള പ്രതിയോഗി നിന്നെ പോലെ ഉറക്കം തോന്നിയിരിക്കുകയല്ലാന്ന്, നിന്നെ പോലെ അലസനായി മടിയനായി ഉത്തരവാദിത്വമില്ലാതിരിക്കുകയല്ലെന്ന് ആമേൻ അവൻ വളരെ വളരെ തന്ത്രപൂർവം അവൻ ഉണർന്ന് ആമേൻ അവൻ്റെതായ തന്ത്രങ്ങൾ ആമേൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. അവൻ ഓടി നടക്കുകയാ, ചുറ്റിത്തിരിയുക. ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ തകിടം മറിക്കാം, എങ്ങനെ നിരാശപ്പെടുത്താം, എങ്ങനെ അവനുള്ള അഭിഷേകം ചോർത്തിക്കളയാം, എങ്ങനെ അവനെ ഒരു മൂലയിൽ ഒതുക്കാം, ആ നിത്യ രാജ്യത്തിന് അവകാശിയായ ഒരു ഭക്തനെ എങ്ങനെ തള്ളി അവനെ നിത്യ ആ അഗ്നിയിലേക്ക് ഇടാമെന്ന് അവൻ ഹല്ലേലൂയ അതെ യഥാസമയം ആമേൻ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വളരെ ആമേൻ തന്ത്രപൂർവം ആമേൻ അതെ വലവീശി കെണിയിൽ വീഴ്ത്തി അനേകരെ ഈ ദുർഘട കാലഘട്ടങ്ങളിൽ ആമേൻ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോ ആമേൻ സത്യത്തിന് വിരുദ്ധമായി എങ്ങനെ തെറ്റിക്കാമെന്ന് ആമേൻ അവൻ ചിന്തിച്ച് അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ തലമുറ ആ കെണിക്കകത്ത് അകപ്പെടുവാൻ അവൻ അകാരാത്രം പരിശ്രമിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ആമേൻ ഇടിവിൽ നിന്ന് കരയുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉണർന്ന് നിർമ്മതരായിരിപ്പിൻ. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുന്ന നിന്റെ കുഞ്ഞിനെ വലവീശി കെണിയിലകപ്പെടുത്തി. ശ്രദ്ധിച്ചേ, ഇസ്രായേലിൽ ആമേൻ ഒരു അഭിഷക്തൻ എഴുന്നേൽക്കുവാൻ ദൈവത്തിന് ആമേൻ സന്തോഷമാണ്. ഹല്ലേലൂയ. ആമേൻ മോശെ എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ ഹല്ലേലൂയ പുറത്തു വരുവാൻ ദൈവം ആമേൻ പ്ലാൻ ചെയ്തപ്പോൾ ആ പ്ലാനിനെ ആമേൻ അതെ സ്കാൻ ചെയ്ത് ഇന്ന് ഡോക്ടേഴ്സ് രോഗം അതെ നിർണയിക്കുന്നത് പോലെ കണ്ടുപിടിച്ച് ആമേൻ അതിനെ ചികിത്സിക്കുവാൻ അതെ തയ്യാറാകുന്നത് പോലെ ഇവിടെ ഇതാ മോശെ എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ ആമേൻ അതെ ഉദരത്തിലൂടെ പുറത്തു വരുവാൻ പോകുന്നെന്ന് ആമേൻ പിശാച് മനസ്സിലാക്കി അക്കാലത്ത് ആമേൻ വളർന്ന് അതെ ആശ്വാസമായി താങ്ങായി തണലായി അതെ വളർന്നു വരേണ്ട അനേക ആൺകുഞ്ഞുങ്ങൾ അത് ജനിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കൽപ്പന ആമേൻ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണം. ഹല്ലേലൂയ. നോക്കിക്കേ,
എത്ര മാതാക്കളാ, എത്ര പിതാക്കന്മാരാ കണ്ണുനീരിലും ദുഃഖത്തിലുമായത്. ഇന്ന് രാത്രിയിലും അത് വളർന്നു വരുന്ന തലമുറയെ പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാപിതാക്കൾ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആക്സിഡന്റിൽ തകർന്നു പോകുന്നു, കൊലപാതകങ്ങളിൽ അകപ്പെടുന്നു. അതെ, അങ്ങാടിയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ മകന്റെ ബോഡി കണ്ട് മാറത്തടിച്ച് വാവിട്ട് കരയുന്ന ജനതയുടെ നടുവിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, ഇന്നലകളിൽ അതെ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയുടെ കൂടെ തിരിച്ചും കളിച്ചും നടന്ന എത്രയോ യുവത്വങ്ങളാണ് അവൻ ഈ ലോകത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തെ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച അഭിഷക്തൻ ആത്മാവിൽ എഴുതി. ഹല്ലേലൂയ. പ്രതിയോഗിയായ പിശാച്, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ ആമേൻ പ്രതിയോഗിയായ പിശാച് അലറി സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോൾ അലസന്മാരായിരിക്കരുത്, ഉറങ്ങി സമയം നഷ്ടപ്പെടുത്തരുത്. ദുഷ്ടന്മാരുടെ കൂടെ കൂടി, പാപികളുടെ കൂടെ കൂടി, പരിഹാസികളുടെ കൂടെ കൂടി സമയം നഷ്ടമാക്കരുത്. പ്രതിയോഗിയായ പിശാച് നിന്റെ ജീവിത പങ്കാളിയെ തകർക്കോ, അവൻ നിന്റെ കൂടപ്പുറപ്പിനെ തകർക്കോ, നിന്റെ അതേ സ്വപ്നമായ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കൈ വളരുന്നുവോ കാല് വളരുന്നുവെന്നോ നോക്കി സന്തോഷിക്കുവാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വപ്നത്തെ ഭൂമണിയാതിരിക്കുക. നിന്റെ തലമുറയെ അത് കെണിയിൽ അകപ്പെടുത്തി ഇല്ലാത്ത കേസോ, ഇല്ലാത്ത വഴക്കോ, ഇല്ലാത്തതായ പ്രശ്നത്തിനകത്ത് കൊണ്ടുപോയി തകർത്ത് കളയുക. പ്രതിയോഗിയായ പിശാച് ഊടാടി സഞ്ചരിച്ച് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അമ്മ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിർമ്മതരായിരിപ്പേ, ഉണർന്നിരിപ്പേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഗ്രത പാലിക്കുക. കാരണം നിങ്ങളുടെ എതിരാളിയായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ അവൻ വിഴുങ്ങേണ്ടവനെ അന്വേഷിക്കുകയാണ്. ആമേൻ. ആരെയാണ് വിഴുങ്ങേണ്ടത്? ഹല്ലേലൂയ. ആരെയാ വിഴുങ്ങുന്നത്? അനുസരണം കണ്ടവനെയാ. ആമേൻ. തന്നിഷ്ടക്കാരനെയാ, അഹങ്കാരിയെയാ, ആമേൻ, ഗർവമുള്ള കണ്ണുള്ളവനെയാ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവനെയാ, പാപികളുടെ വഴിയിൽ ആമേൻ നിൽക്കുന്നവനെയാ, പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനെയാ. ഇന്ന് രാത്രി നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് അപ്രകാരമായിരിക്കുന്നുവെന്ന് ആത്മാവിൽ കണ്ട് ഇടിവിൽ നിന്ന് കരയുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിന് മറുപടിയായി നിന്റെ തലമുറ അഭിഷേകമുള്ള അതേ തലമുറയായി അതേ എഴുന്നേറ്റ് വരുന്നത് കാണുക. നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യമൊരുക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരയം ഇന്ന് രാത്രി കരയുന്ന മാതാവേ, നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. വിശ്വസിക്കുന്നവർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നാം ദൈവത്തിനുള്ളവർ ആമേൻ എന്ന് നാം അറിയുന്നു. ഇന്ന് രാത്രി ആ അറിവുള്ളവർ ഹല്ലേലൂയ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഉപേക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കെതിരെ ഹല്ലേലൂയ ഉപേക്ഷയോടെ അലറുന്ന സിംഹം പോലെ ആമേൻ ഒരു കൂട്ടർ നിനക്കെതിരെ വായ് പിളർക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ, ഇന്ന് രാത്രി അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടം ആമേൻ കെട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കണേ ആമേൻ, ഈ ലോകത്ത് ഊടാടി സഞ്ചരിച്ച് വലയിൽ വീഴ്ത്തുന്ന ഒരു കൂട്ടരെ കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. ആമേൻ. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. ഹല്ലേലൂയ. നിക്ഷേപങ്ങളെയും വലിയേറിയ വസ്തുക്കളെയും അപകരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും
അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബ്ദങ്ങളെ നോക്കാതെ കണ്ണ് ആമേൻ മറച്ചു കളയുന്നു. ഹല്ലേലൂയ. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ള പ്രശ്നം പറഞ്ഞു യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ആമേൻ. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു മറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെയും അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ സർവശക്തനായ ദൈവം പറയുക, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉണർന്നിരുന്ന് നിർമ്മലരായി പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ഒരുവൻ ഉണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവചിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ പോക്ക് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ആമേൻ അതേ ജനത്തോട് അരുളി ചെയ്തത് ഇങ്ങനെയാ. അതിലെ പ്രവാചകന്മാർ വ്യാജ്യം ദർശിച്ചു, കള്ളപ്രശ്നം പറഞ്ഞു. യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ആർക്ക്? ദൈവ ഭയമില്ലാതെ, ദൈവ വചനത്തോട് അനുസരണമില്ലാതെ. ഹല്ലേലൂയ. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കുവാനും ആമേൻ അതെ ദൈവവുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുന്നവരുടെ മേലും ആമേൻ യഹോവ പറയുന്നുവെന്ന് പറഞ്ഞ് ആമേൻ അവർക്ക് കേൾക്കുമ്പം ഇമ്പമാകത്തക്ക വിധത്തിൽ ആമേൻ പ്രതീക്ഷകൾ ഉളവാകത്തക്ക വിധത്തിൽ അവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തി ആ പാപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാതെ അവരെ ആമേൻ അതെ കർണരസമാണ് ആമേൻ അവരെ സന്തോഷിപ്പിക്കുവാൻ ഉതകുന്ന ആലോചനകൾ പറഞ്ഞ് ഹല്ലേലൂയ യഹോവ പറയാതിരിക്കെ യഹോവ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ അത് വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞ് യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? കുമ്മായം തേക്കുന്നു. ഹല്ലേലൂയ. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു മറിക്കുകയും എളിയവനെയും ദരിദ്രനെ ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ആമേൻ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. ഹല്ലേലൂയ. ഇത് പുറത്തുള്ളവരോട് പറയുന്ന കാര്യമല്ല, സത്യവേദ പുസ്തകം വായിച്ച് ഹല്ലേലൂയ ജീവിക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവരോടാണ് ആമേൻ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ അതെ ഞാൻ ആമേൻ ഈ വചനം അതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ പുറത്തുള്ളവർ ദൈവം ആരെന്നറിയാത്തവർ ദൈവം ആരെന്നറിയുവാനാണ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അങ്ങനെ പുത്രനിലൂടെ ദൈവത്തെ അറിഞ്ഞ ആമേൻ ഒരു കൂട്ടം ആളുകൾ ആമേൻ അതെ അവർക്ക് കുമ്മായം തേക്കുന്നു. ഹല്ലേലൂയ. ആമേൻ അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടി കാണിച്ച് അവരെ തിരുത്തുവാൻ തയ്യാറാകാതെ പാപബോധം ഉളവുന്ന അതെ പാപബോധം ഉളവായി മാനസാന്തരപ്പെടുവാൻ ഉതകുന്ന ആമേൻ ദൈവവചനം പറയാതെ ഹല്ലേലൂയ അവർക്ക് ലാഭമുണ്ടാക്കുവാൻ ഉതകുന്ന ഹല്ലേലൂയ അതെ പ്രവചനങ്ങൾ ആമേൻ കേൾപ്പിച്ച് ഹല്ലേലൂയ ഒരു കൂട്ടർ സമയം പോക്കുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് തന്റെ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനം ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ
ഹല്ലേലൂയ. ഊടാടി ചുറ്റിത്തിരിഞ്ഞ് പ്രതിയോഗിയായ പിശാച് ആമേൻ വല വീശി കെണിയൊരുക്കി അതിനകത്ത് തകർത്ത് കളയുവാൻ പദ്ധതിയിടുമ്പോൾ ഇന്ന് രാത്രി അതിനെതിരെ നിർമ്മലരായി ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, കരയുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, അതെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്നവൻ, ഹല്ലേലൂയ, ആമേൻ. അതെ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പുറത്തു വന്ന് ദൈവനാമം മഹത്വപ്പെട്ടു. ഹല്ലേലൂയ. ആകയാൽ പുറപ്പെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ച, ആമേൻ, അതെ, വിശുദ്ധരെന്ന് നീ വേലക്കാക്കി വെച്ച, ആമേൻ, അഭിഷക്തന്മാരെ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. യഹോവ, ആമേൻ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സാത്താനോട് സംസാരിക്കാൻ പോകുകയാ, സാത്താനോട് ഇടപെടാൻ പോകുകയാ. ആമേൻ. നിനക്കെതിരെ ശബ്ദമുയർത്തുന്ന പൈശാചിക മണ്ഡലങ്ങളോട്, ആമേൻ, പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ തലം ഇന്ന് രാത്രി വെളിപ്പെടുത്തി നിന്നെ മാനിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അന്ധകാരം ഭൂമി ിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നി കൊണ്ട് സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം സംസാരിക്കുവാൻ പോകുകയാ. നിന്നെ ആമേൻ അതെ തകർക്കുവാൻ പ്രതിയോഗിയായ പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിന്നെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ഇന്ന് രാത്രി സ്വർഗം ഇടപെടുവാൻ പോകുകയാ. സ്വർഗം സംസാരിക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന ആമേൻ സിംഹത്തിന് ഇരതേടി നടക്കുന്ന കരടിക്ക് തുല്യൻ. ഹല്ലേലൂയ. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിന് ഇരതേടി നടക്കുന്ന കരടിക്ക് തുല്യനാണ്. ഹല്ലേലൂയ. ആമേൻ. അലറുന്ന സിംഹത്തെ പോലെ കരടിയെ പോലെ അതേ ദരിദ്രരുടെ മേൽ ഒരു ദുഷ്ടൻ അതേ ഭരിക്കുന്നു. അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ആ ഊടാടി സഞ്ചരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ അതേ ശക്തിയില്ലാത്ത നിന്നെ
ഉയരത്തിൽ അഭിഷേകം ചെയ്ത് ശക്തിയോടെ നയിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഹല്ലേലൂയ ഉണർന്നിരിപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മെ ജയാളിയാക്കുന്ന, നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കർത്താവിന്റെ മടങ്ങി വരവ് ആഗതമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഉണർന്നിരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഹല്ലേലൂയ ഉണർന്നിരിപ്പി. ഹല്ലേലൂയ ഉണർന്നിരിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിലായിരിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആമേൻ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ എത്ര നേരം ആമേൻ ഉണർന്നിരിക്കണം. ആമേൻ എപ്പോഴൊക്കെ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ആമേൻ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ അതെ വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ ആമേൻ അതെ വിതയ്ക്കപ്പെട്ട വചനം എന്ത് ചെയ്യുന്നു? എടുത്തു കളയുന്നു. ഹല്ലേലൂയ. ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആമേൻ ഓർക്കാനോ അത് ഗ്രഹിക്കാനോ അതനുസരിച്ച് ജീവിക്കുവാനോ കഴിയാത്ത നിലയിൽ വചനത്തെ ആമേൻ നിർജീവമാക്കുന്ന പൈശാചിക പ്രവൃത്തി ആമേൻ ഇന്ന് രാത്രി ഇല്ലാതാക്കി ആ വചനം ആമേൻ അനുസരിച്ച് ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ അതെ പ്രാർത്ഥന ആമേൻ ഉള്ള ഒരു വ്യക്തിയായ, ആരാധനയുള്ള ഒരു വ്യക്തിയായ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഊടാടി സഞ്ചരിച്ച് ആമേൻ തകർക്കാനായി പതിയിരിക്കുന്ന ആ ശത്രുവിന്റെ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ ആമേൻ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രാർത്ഥന റൂമിനകത്ത് മുഴങ്ങാൻ മടക്കുന്ന ഭക്തന്റെ മേൽ പകരുന്ന ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. സാത്താൻ നമ്മിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കാതിരിക്കാൻ ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞ് അവനെതിരെ പൊരുതുവാൻ, അവനെതിരെ പൊരുതി ജയിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ആമേൻ അപ്രകാരം ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ മുഴങ്ങാൽ മടക്കുന്ന ആമേൻ ഇടത്ത് സാത്താന് ആമേൻ ജയിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവഭക്തനായിരുന്ന ആമേൻ യോബിനെ പരാജയപ്പെടുത്തുവാൻ ആമേൻ പിശാച് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് ഹല്ലേലൂയ ദൈവത്തോട് സംസാരിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എനിക്ക് തുണ. ഹല്ലേലൂയ. ആമേൻ കർത്താവ് എനിക്ക് തുണ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആരെ വിഴുങ്ങേണ്ടെന്ന് അലറിക്കൊണ്ട് നടക്കുന്ന ആമേൻ ദുഷ്ട പിശാചുള്ള ഈ ലോകത്ത്, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുന്ന ദൈവവൈതലേ, കർത്താവ് എനിക്ക് തുണ. ആമേൻ പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികൾ കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് ആമേൻ അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറയുവാൻ ഭക്തനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെ ശുശ്രൂഷയെ പരാജയപ്പെടുത്തി നിന്റെ അഭിഷേകത്തെ ഇല്ലാതാക്കി നിന്റെ തലമുറകളെ നശിപ്പിക്കുവാൻ നിനക്കെതിരെ പ്രതിയോഗിയായ പിശാച് അലറി ചീറി അടിക്കുമ്പോൾ ഹല്ലേലൂയ ആ ശത്രുവിന്റെ ആമേൻ അതെ വായ്ക്കകത്ത് അകപ്പെടാതെ നിന്നെ രക്ഷിക്കുന്ന ആമേൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ ഇന്ന് രാത്രി ആ കർത്താവ് എന്നോടൊപ്പമുണ്ട്, ആ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടെന്ന് ആമേൻ അതെ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ ദൈവത്തിന് കീഴടങ്ങി
ആമേൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ഹല്ലേലൂയ ആമേൻ ഇടയാകുമെങ്കിൽ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും, നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് രാത്രി ദൈവത്തിന് കീഴടങ്ങാൻ മനസ്സുണ്ടോ? ആമേൻ. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ കർത്താവിന് കീഴടങ്ങണം. കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തന്നെത്താൻ താഴ്ത്തി പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം അത് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ പ്രതിയോഗിയായ പിശാച് ചുറ്റിത്തിരിഞ്ഞ് കെണിയൊരുക്കിയാലും വല വീശിയാലും ആമേൻ താടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ തക്ക സമയത്ത് ഉയർത്തി മാനിപ്പാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അവൻ നിന്റെ മേൽ പകരുകയാണ്. അതെ, താടിരിക്കുന്ന നിന്നെ ആമേൻ നിന്നെ ഒതുക്കാൻ നോക്കി, നിന്നെ തകർക്കാൻ നോക്കി ദുഷ്ട പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ ആമേൻ ലജ്ജിക്കാതെ കണ്ട് തലയുയർത്തി ജീവിക്കുവാൻ നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ആകയാൽ ദൈവത്തിന് കീഴ്പ്പെടുക, പിശാചിനെ ചെറുക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അനേക യൗവനക്കാർ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അനേക യുവതികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അനേക ബാല്യക്കാർ ക്ഷീണിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അനേക യൗവനക്കാർ ഇടറി വീണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിലും യഹോവയെ കാത്തിരിക്കുന്നവർ ആമേൻ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൻ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്നാൽ അവൻ ദുഷ്ടദാസനായി അവൻ യജമാൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് അവൻ ദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ കപടഭക്തിക്കാരോട് കൂടെ പങ്ക് ആമേൻ ലഭിക്കുന്നവരുടെ അവസ്ഥയെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഹല്ലേലൂയ. ഭക്തി വിരുദ്ധമായി കപടഭക്തി ആമേൻ അതെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുവാ? കണ്ണുനീര്, കരച്ചില്, പല്ലുകടി, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അതെ, ദുഷ്ട ദാസൻ ഹൃദയത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ വരാൻ വൈകുന്നത് കൊണ്ട് വാ നമുക്ക് കുടിക്കാം. ഹല്ലേലൂയ. നമുക്ക് അടിച്ചു പൊളിക്കാമേ. ഹല്ലേലൂയ. ദുഷ്ടദാസൻ അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് ആ ദുഷ്ടന്മാരുടെ കൂടെ സമയം ചെലവഴിക്കരുതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി, എസ്തേർ വൈരിയും ശത്രുവും ഈ ദുഷ്ടനുമായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിന്റെ രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചുപോയി. ഹല്ലേലൂയ. നോക്കണേ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനുമായ ഹാമാൻ. ഹാമാനെ കുറിച്ച് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈരിയും ശത്രുവും ഈ ദുഷ്ടനുമായ ഹാമാൻ. ഇത് കേട്ടപ്പോൾ ഹാമാൻ എന്ത് ചെയ്തു? ആമേൻ ഭ്രമിച്ചുപോയി. ആമേൻ. കോടതിയിൽ ആമേൻ അതെ വിധി ആമേൻ കൽപ്പന വിധി നടപ്പാകുന്ന സമയത്ത് ഹല്ലേലൂയ പലരും ഞെട്ടിപ്പോകുന്നത് പോലെ രാജാവ് മാനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ മാനിക്കുമെന്ന് ഹല്ലേലൂയ ആ മാന്യത രാജാവിൽ നിന്ന് തട്ടിയെടുക്കുക മൊർദെഖായിയെ ഒഴിവാക്കി ഹാമാൻ സ്വപ്നം കണ്ട് നടക്കുകയാ. ഇന്ന് രാത്രി ഹാമാന്മാർ ലജ്ജിക്കപ്പെടുവാൻ പോവുകയാണ്. മൊർദെഖായിയെ നിനക്കെതിരെ കഴുമരമൊരുക്കിയ ഹാമാന്മാർ അതെ ലജ്ജിക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാരണം അവൻ ദുഷ്ടനാ. ഹല്ലേലൂയ. അവൻ വൈരിയ.
അവൻ ശത്രുവാണ്. ഇന്ന് രാത്രി നിനക്കെതിരെയുള്ള ശത്രു പരാജയപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. നിനക്കെതിരെയുള്ള വൈരി പരാജയപ്പെടുവാൻ പോകുകയാണ്. അവരുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന, മേശയൊരുക്കുന്ന ദൈവത്തെ കുറിച്ച് ഇന്നലെ രാത്രി നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, കൂടെ തൊട്ടടുത്ത് ആരും വരും? സാത്താനും വരും. ഹല്ലേലൂയ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ഹാജരായപ്പോൾ ഹല്ലേലൂയ, അതെ, ദുഷ്ടപിശാചും അവിടെ കയറി ചെന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ, അതെ, സാത്താനോട് ഇടപെട്ടു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഊടാടി ചുറ്റിത്തിരിഞ്ഞ് ആരെ വിഴുങ്ങുണ്ടെന്ന് അലറിക്കൊണ്ട് പ്രതിയോഗിയായ പിശാച്, ഹല്ലേലൂയ, നീ കിടക്കുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്ത്, നീ ജോലി ചെയ്യുന്നിടത്ത്, ആമേൻ, നീ വിവാഹം കഴിച്ചു തന്ന വീട്ടില്, നീ പഠിക്കുന്ന സ്ഥാപനത്തില് പ്രതിയോഗിയായി നിനക്കെതിരെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാ. എന്തിനാ? നിന്നെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുക, നിന്നെ തള്ളിയിടുക, നിന്നെ നശിപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ആ ദുഷ്ടപിശാച് ആത്മാവിൽ ജനിച്ച അഭിഷക്തനായ യേശു കർത്താവിന്റെ കീഴിൽ അതിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ആമേൻ. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. എപ്പോഴാണ് സാത്താൻ അവനെ വിട്ടുപോയത്? വചനം കൊണ്ട് അവന്റെ മുമ്പിൽ ജയാളിയായി നിൽക്കുവാനിടയായത്. ഹല്ലേലൂയ. കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞപ്പോ കല്ല് അപ്പമാക്കിയില്ല. ആമേൻ. അത് താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോ അവൻ താഴോട്ട് ചാടിയില്ല. എന്നെ ഒന്ന് വണങ്ങാൻ പറഞ്ഞപ്പോൾ വണങ്ങിയില്ല. ഇന്ന് രാത്രി വണങ്ങിയും ചാടിയും അപ്പം ഉണ്ടാക്കിയും എന്ന് പറഞ്ഞ അത്ഭുതം നടത്തിയും, ആമേൻ, അതെ, ചാടി വണങ്ങിയ ഈ കാണുന്നതെല്ലാം തരാന്ന പറഞ്ഞേ. ഭൗതികമായ, ആമേൻ, അതെ, സുഖ സൗകര്യങ്ങളെല്ലാം ആമേൻ തരാമെന്ന് പറഞ്ഞ മയക്കാൻ നോക്കിയ ദുഷ്ടപിശാചിനോട് വചനം കൊണ്ട് എതിർത്ത് നിന്നതുകൊണ്ട് ആമേൻ, യേശുവിനെ ആത്മാവ് ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ ആമേൻ പിശാച് വിട്ടുപോകുവാൻ തക്കവണ്ണമിടയായി. പിശാച് വിട്ടുപോയപ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഉണർന്നിരുന്ന് നിർമ്മതരായി ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ആര് തയ്യാറാകും? അവരെ വിട്ട് പിശാച് ഓടിപ്പോകും. ദൂതന്മാർ വന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആമേൻ. കള്ള, ആമേൻ, ആ ദുഷ്ടന്റെ പുത്രന്മാർ, ആമേൻ, അത് വെച്ചത് ശത്രു, ആമേൻ, അത് വിതച്ച, ആമേൻ, അത് ശത്രു. ഹല്ലേലൂയ. നോക്കണം, ആമേൻ, ആമേൻ, കള്ളം പറയുന്ന, വേണ്ടാതീനം ചെയ്യുന്ന ദുഷ്ടപിശാച് വിതയ്ക്കുന്ന കളയുണ്ടല്ലോ. ഹല്ലേലൂയ. കള ദുഷ്ടന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. ആമേൻ. അത് വിതച്ചത് ശത്രു. ആമേൻ. ഇന്ന് രാത്രി നിന്റെ തലമുറയെ വഷളത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ നീ കണ്ട് മാറത്തടിച്ച് കരഞ്ഞ് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഭയത്തോടായിരിക്കുന്നുവെങ്കിൽ ആ ഭയത്തിൽ നിന്ന്, ആ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ തലമുറയെ നേരെയാക്കി സന്തോഷത്തോടെ ജീവിക്കുക നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിനെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഒരു കൂട്ടരോട് അവസാന നാളിൽ യേശു കർത്താവ് പറയുമെന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം നമ്മോട് അരുളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾക്ക് ആമേൻ ഉപസംഹാരം കുറിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ.
അപ്പോ ഇവര് കർത്താവിനോട് കൂടെയുള്ളവരല്ലേ? ഇന്ന് രാത്രി കർത്താവിനോട് കൂടെയുള്ളവരാണെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നവർ ആമേൻ വചനം ശ്രദ്ധിച്ച് ആമേൻ അത് ഉണർന്നിരുന്ന് നിർമ്മതരായി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുക. അല്ലെങ്കിൽ വല കുരുക്കി ആമേൻ കെണിയൊരുക്കി ആമേൻ അത് പ്രതിയോഗിയായ പിശാച് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ച ഒരഭിഷക്തൻ ആമേൻ, അവന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിംശോൻ. ഹല്ലേലൂയ. അവന്റെ അപ്പനും അമ്മയും തിന്നയിലേക്ക് പോയി. തിന്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പനും അമ്മയും കൂടെയുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അമ്മയും അപ്പനും ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എത്രയോ കുഞ്ഞുങ്ങളെയാ തട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുന്ന വഴി തട്ടിക്കൊണ്ടുപോകുക. എത്രയോ തലമുറകളെയാണ് ദുഷ്ടലോകത്ത് പൈശാചിക പ്രവർത്തികൾക്ക് ആമേൻ പിശാച് കെണിയൊരുക്കി തകർത്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ഭക്തനായ ആമേൻ ശിംശോൻ അവന്റെ അപ്പനും അമ്മയും ഒരുമിച്ച് പോകുമ്പോൾ തിന്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ഹല്ലേലൂയ. മുന്തിരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാ അല്ലെ? മുന്തിരി കൊണ്ട് വീണ്ടുണ്ടാക്കി അത് കുടിച്ചാൽ ഭയങ്കര എനർജിയാ അല്ലെ? ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, മുന്തിരിയെ കാണിക്കുന്നത് സന്തോഷത്തെയാണ്. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിലെ സന്തോഷം എത്ര വേഗത്തിലാ ആമേൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയെ കണ്ട് സന്തോഷിക്കുവാൻ കൊതിച്ച മാതാപിതാക്കൾ എത്രയോ പേര് നമ്മുടെ ചുറ്റും കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നു. എത്ര യുവത്വങ്ങൾ പൊലിഞ്ഞുപോയി ആക്സിഡന്റിൽ, കൊലപാതകത്തിൽ, ആമേൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. അക്രമങ്ങളും അരാജകത്വവും കൊലപാതകവും വഞ്ചനയും ചതിയുമുള്ള ഈ ദുഷ്ടലോകത്ത്. ഹല്ലേലൂയ. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും ഒരുമിച്ച് പോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ അവരുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ആമേൻ ഒരു ബാലസിംഹം അവന്റെ നേരെ എന്ത് ചെയ്തു? കയറി വന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ബാലസിംഹങ്ങൾ ആമേൻ ഇരയ്ക്കായി അലറുമ്പോൾ അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ആരെ വിഴുങ്ങണമെന്ന് അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിക്കുന്ന സിംഹത്തെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പൈതലായി, ദൈവ മകനായി, മകളായി ജീവിക്കുന്നവരെ ഇരയാക്കാൻ തന്ത്രം മെനഞ്ഞ് ആമേൻ. നമുക്കറിയാം, ഏദനിൽ ദൈവമാക്കി വെച്ച വാഴുവാൻ തക്കവണ്ണം രാജകീയ പ്രൗഢിയിൽ ജീവിക്കുവാൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകിക്കൊടുത്ത ആ മനുഷ്യനെ തന്ത്രപൂർവം ആമേൻ പരാജയപ്പെടുത്തി വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച്. ഹല്ലേലൂയ. രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സാത്താനോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കാനിടയായത് ഭക്തനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചപ്പോഴാണ്. നീ ഒരു ഭക്തനാണോ? നീ ഒരു ദൈവ പൈതലാണോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഭക്തനായ ഇയ്യോബിനു വേണ്ടി ആമേൻ സാത്താനോട് സംസാരിച്ച സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പിശാചിന്റെ ഇരയാകുമെന്ന് ഹല്ലേലൂയ ആമേൻ പിശാച് മനസ്സിലാക്കി. ഹല്ലേലൂയ. തന്ത്രപൂർവം നിങ്ങളെ തകർക്കാൻ അവൻ പ്രതിയോഗിയായി അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവഭക്തിയോട് ആമേൻ എതിർത്ത് നിൽക്കുവാൻ അവൻ തെരഞ്ഞെടുത്തതിനാലാണ് ആമേൻ പിശാചിന് ആമേൻ ആമേൻ അതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായ അവർ തകർന്നു പോകുവാൻ ഇടയായി തീർന്നത്. അത് ആദിമ കുടുംബമായ ആദാമിന്റെ ഹവ്വയുടെ കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ ആമേൻ പിശാചിന്റെ ശത്രുക്കളാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എപ്പോഴും ശത്രുക്കളായിരിക്കുന്ന പിശാചിന് ശത്രുക്കളായിരിക്കുന്ന
ദൈവമക്കളെ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ഒരവസരം എന്ത് ചെയ്യുക? നോക്കി ചുറ്റിത്തിരിഞ്ഞ് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന നിലയിൽ ആമേൻ, ഞാനും നിങ്ങളും പിശാചിന്റെ ശത്രുക്കൾ. ഹല്ലേലൂയ. ആ പിശാചിന്റെ ശത്രുക്കളായിരിക്കുന്നുവെന്ന് പിശാചിന് ബോധ്യമായതുകൊണ്ട് ആ പിശാചുക്കൾ എപ്പോഴും ആമേൻ നമ്മെ തകർക്കുവാൻ, മോഷ്ടിക്കുവാൻ, ഹല്ലേലൂയ, കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ ഒരവസരം എന്ത് ചെയ്യുക? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇയ്യോബിനെ പിശാചിന് തകർത്ത് കളയുവാൻ തക്കവണ്ണമല്ല ദൈവം ഇയ്യോബിന് വേണ്ടി സാത്താനോട് സംസാരിച്ചത്. സാത്താനോട് പറഞ്ഞു, അവന്റെ പ്രാണനെ തുടരുത്. ഹല്ലേലൂയ. നിന്റെ ഭക്തിയും നിന്റെ ആരാധനയും നിന്റെ സമർപ്പണവും പിശാചിന് സഹിക്കുന്നില്ലെന്ന്. നിന്നെ ഏതു വിധേനയും തകർത്ത് കളയുവാൻ, നിന്റെ ശരീരമാസകലം വേദനയും രോഗങ്ങളും പരുക്കുകളും നിന്റെ തലമുറയെ വഴിതെറ്റിച്ചു, നിന്റെ ജീവിത പങ്കാളിയെ നിന്നിൽ നിന്നും അകറ്റി ഒക്കെ അവൻ തന്ത്രം മനഞ്ഞ് ദൈവകൃപയിൽ നിന്ന് നിന്നെ വീഴ്ത്തിക്കളയുവാൻ കണിഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടന് നിന്നെ വിട്ടുകൊടുക്കാതെ നീ ആമേൻ ഉണർന്ന് നിർമ്മലനായി പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ശത്രുവിന്റെ കണ്ണുകൾക്ക് നീ ആശ്ചര്യമായി മാറത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിമനായി ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി എന്ന് രാത്രി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആളുകളെ ഭയപ്പെടുത്തുവാൻ, കൽപ്പന പ്രകാരം അവരെ വഞ്ചിക്കാൻ അവൻ അലറുന്ന സിംഹമായി വരും. ഹല്ലേലൂയ. പ്രാരംഭ ആമേൻ വേദഭാഗത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ നാം ദൈവവചനം അതെ വ്യക്തമായി ആമേൻ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായില്ലെങ്കിൽ ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങി അവന്റെ ഇരയായി മാറുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതിന് നാം ഒന്നാമത് ചെയ്യേണ്ടത് ശാന്തത പാലിക്കുക. ആമേൻ. എന്തുവാ? ശാന്തത. ആമേൻ. അപ്പോസ്തലൻ പറയുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. ഭർത്താവ് ഒന്ന് പറയുമ്പോ ഭർത്താവ് എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ശാന്തതയില്ലാതെ എടുത്തു ചാടുന്ന ഭാര്യമാരുള്ള വീട്ടിൽ ആമേൻ തകർച്ചയും ആമേൻ സങ്കടകരമായ ആമേൻ വഴക്കുകളും ആമേൻ തലമുറകൾ നശിക്കുവാനും ഒക്കെ ഇടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രി കുടുംബസ്ഥരായിരിക്കുന്നവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വളരെ ശാന്തതയുണ്ടാകുക. ഭാര്യ പറയുന്നത് കേൾക്കുവാൻ മനസ്സ് വേണം, ഭർത്താക്കന്മാർ പറയുന്നത് കേൾക്കാൻ മനസ്സ് വേണം, മക്കൾ പറയുന്നത് കേൾക്കാൻ മനസ്സ് വേണം, ആമേൻ അപ്പനമ്മമാർ പറയുന്നത് കേൾക്കുവാൻ മനസ്സ് വേണം. ഒന്നാമത് ശാന്തത പാലിക്കുക. അതിനർത്ഥം സന്തുലിതവും സ്വയം അച്ചടക്കവും, പ്രത്യേകിച്ച് പാപത്തെ സംബന്ധിച്ച് നിങ്ങൾ നീതിയിൽ നടക്കുകയാണെങ്കിൽ ആമേൻ നിങ്ങൾക്ക് അവന്റെ ഇരയാകുവാൻ കഴിയത്തില്ല. ഇന്ന് അനേക കുടുംബങ്ങൾ കൂപ്പുകുത്തി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് ഇന്ന് രാത്രി ചെവിയുള്ളവൻ ചിന്തിക്കുക. ചെവിയുള്ളവൻ അതെ കേൾക്ക, ഹൃദയമുള്ളവൻ ചിന്തിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് ഒന്ന് പറയുമ്പോൾ രണ്ട് പറയുന്ന ആമേൻ അതെ അപ്പനും അമ്മയ്ക്കും എതിരെ ശബ്ദമുയർത്തുന്ന തലമുറകൾ എവിടെയുണ്ടോ ആ കുടുംബം കണ്ണുനീരിലും ദുഃഖത്തിലുമായി. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തേത് ജാഗ്രത പാലിക്കുക. അതായത് എല്ലാ സമയത്തും ജാഗ്രതയുള്ളവരായി ആമേൻ ദൈവവചനം നിങ്ങളുടെ ദൈനംദിന ധ്യാനമാക്കി പ്രാർത്ഥനയിൽ ഇങ്ങനെ ഭക്തൻ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഭാഗ്യകരമായ ഒരു ജീവിതത്തിന് ഉടമയായി ആമേൻ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന ആമേൻ ജീവന്റെ ഉൾനട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകർന്ന് ജയത്തോടെ അതെ നിനക്കെതിരെ പ്രതിയോഗിയായി ഉയർന്നു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ
നടുവിൽ അതെ തലയുയർത്തി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെട ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമത്തേത്, ആമേൻ, അവനെ ചുറ്റിപ്പറ്റിയുള്ള ഏത് സമയത്തും ഹല്ലേലൂയ, ആമേൻ, അവനെ പുറത്താക്കുന്നതിലൂടെ അവനെ സ്ഥിരമായി അല്ലെങ്കിൽ ആമേൻ ആ പൈശാചിക മണ്ഡലത്തോട് എതിർത്ത് നിൽക്കുവാൻ, ദൈവവചനത്തിൽ ഉറച്ച് ആമേൻ ധൈര്യമുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ സമർപ്പിക്കും? പിശാചിന്റെ ഇരയാകാതെ, പ്രതിയോഗിയായ പിശാചിന്റെ ഇരയാകാതെ, ആമേൻ, പ്രതിയോഗിയാകുന്ന പിശാച് അത് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് മാനവരാശിയെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവിടുത്തെ മക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ ദൈവമക്കളെ, ഇന്ന് രാത്രി നാം അവനുള്ളവരാണെന്ന് അറിയണം. ഹല്ലേലൂയ. ഈ ദുഷ്ടൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് എല്ലാ നാളും കൂടെ ഇരുന്ന് ആമേൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ മേഘപ്രത്യക്ഷതയ്ക്കുള്ള സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഹല്ലേലൂയ, ആമേൻ, കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ചു അങ്ങനെ കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഒടുവിൽ ന്യായം വിധിച്ച് ആമേൻ ആ കത്തുന്ന തീപ്പൊയ്ക്കകത്ത് തള്ളിയിടാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രതിയോഗിയാകുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവവചന പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ ആമേൻ കടന്നു വന്ന ആ പൈശാചികനെ ആമേൻ പരാജയപ്പെടുത്തുവാൻ ഉതകുന്ന ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തി ജീവിക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ലോകത്ത് അനേക കുടുംബങ്ങൾ, അനേക ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ തലമുറകൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ദുഷ്ടന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമമായ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കെതിരെ വലവിരിച്ച് കെണിയൊരുക്കി പ്രതിയോഗിയായ പിശാച് തള്ളിയിട്ട് അവരെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അവർ സമാധാനം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ പ്രാപിക്കട്ടെ. അവരുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ജനത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിയ തിരമാലകൾ ആമേൻ അവിടുത്തെ വാക്കിന് മുമ്പിൽ നീങ്ങിപ്പോയതുപോലെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ജനം സ്വസ്ഥത പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗ്ഗം സമാധാനം നൽകുന്ന രാത്രിയാക്കി മാറ്റുന്നതിനായി സ്തോത്രം. വിടുതൽ പകരുന്ന രാത്രിയാക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ സമാധാനം ഒഴുകി വരുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അടുത്ത പ്രഭാതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി അവരുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. യോർദാൻ പോലെ ആമേൻ ഇരു കരയും കവിഞ്ഞൊഴുകുന്ന യോർദാൻ പോലെ പ്രശ്നങ്ങൾ ആമേൻ
ആമേൻ അതെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ, ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ രണ്ടായി വിഭജിക്കപ്പെടട്ടെ. ആമേൻ. അവർ അതെ ഉണങ്ങിയ നിലത്തൂടെ മറുകരയെത്തിയതുപോലെ ആ പ്രശ്നത്തിനകത്തൂടെ അവർ ജയാളിയായി ആമേൻ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി അവിടെ നൽകിയ ആജ്ഞ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവ്. അമ്മ ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായിരുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ വാട്സ്ആപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യൂട്യൂബിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. ദുഷ്ടത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ വഴിയാണ്, നെറ്റിലൂടെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീലത നിറഞ്ഞിരിക്കുന്ന ആമേൻ ലൈംഗിക ചൊവ്വയുള്ള കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന അനേക വീഡിയോ ക്ലിപ്പുകൾ ആമേൻ നെറ്റിലൂടെ ആമേൻ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് നമ്മുടെ തലമുറ തകർന്നു പോകാതിരിക്കുവാൻ കൃപ പ്രാപിച്ച ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് പ്രസംഗിക്കുന്ന, പാടുന്ന, ശുശ്രൂഷിക്കുന്ന നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങൾ പാടുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ശുശ്രൂഷയിൽ ആമേൻ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് അക്കൗണ്ടിലെ എല്ലാ കുടുംബങ്ങൾക്കും, അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലുള്ള എല്ലാ മെമ്പേഴ്സിനും, സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് ലൈവിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന, ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ ഞായറാഴ്ചയാണല്ലോ, വീട്ടിലെ ആരാധനയുമായി 11:30 മണിക്ക് കടന്നു വരുന്നതാണ്. നമുക്കൊരുമിച്ച് ദൈവം അനുവദിച്ചാൽ നാളെ ലൈവിൽ കർത്താവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു.